ഷഹബാസ് ഷെരീഫ് ഈ ഷാങ്ഹായ് ഉച്ചകോടിക്ക് എത്തിയ പുടിനുമായി നടത്തിയ ഒരു സംഭാഷണം കണ്ടു ഞാൻ. അപ്പോൾ അതിനകത്ത് ഷഹബാസ് ഷെരീഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിലാണ് പോകുന്നത്, അത് നമുക്കറിയാം, അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, നിങ്ങളുടെ ദീർഘകാല സൗഹൃദമാണ്, പക്ഷെ ഞങ്ങൾക്ക് കൂടി നിങ്ങളോട് സൗഹൃദം വേണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ആ ബൈറ്റായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഇവരുടെ കുശവലം പറച്ചിലിൽ കൊച്ചു വർത്തമാനങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് BBC റിപ്പോർട്ട് ചെയ്തു. എന്താണ് ഷീ ജിൻപിങ്ങും പുടിനും സംസാരിക്കുന്നത് 150 വയസ്സ് വരെ എങ്ങനെ മനുഷ്യനെ ജീവിപ്പിക്കാം, അതിൻ്റെ സാധ്യത എന്താണ് എന്നത് സംബന്ധിച്ച് അത് ബോധപൂർവം പുറത്തുവിട്ടതല്ല എന്ന് പറയുന്നു. ഇവരുടെ മൈക്ക് ഉണ്ടായിരുന്നു, ആ മൈക്കുള്ളത് കൊണ്ട് ലേപ്പൽ മൈക്കിലൂടെ, ആരുടെയോ ലേപ്പൽ മൈക്കിലൂടെ ആ സംഭാഷണം പുറത്തു വന്നതാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് വലിയൊരു മെസ്സേജ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നുണ്ട്, മൊത്തം ലോകരാഷ്ട്രങ്ങളിൽ ഇവിടെ ക്ഷണിക്കപ്പെട്ടു വന്നവർക്കും അല്ലാത്തവർക്കും കൊടുക്കുന്നുണ്ട്. മറ്റൊരു മെമ്മറി വാർ കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഈ രണ്ടാം ലോകമഹായുദ്ധം വിജയിച്ചതിനെക്കുറിച്ച് പാശ്ചാത്യ ചേരി എപ്പോഴും പറയുക മറ്റു പല കഥകളുമാണ്. പക്ഷേ അങ്ങനെയല്ല, ആ യുദ്ധത്തെ ജയിപ്പിച്ചതിൽ ചൈനയ്ക്കും റഷ്യയ്ക്കുമാണ് വലിയ പങ്ക് എന്ന് സ്ഥാപിക്കുക കൂടിയാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഇതിന് ആ ഒരു നറേറ്റീവ് അവിടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്, ആ ഓർമ്മ വീണ്ടും പുതുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, അവിടെ 2 ലക്ഷം പതാകകളാണ് അവിടെ പ്രദർശിപ്പിച്ചത്. ഈ പരിപാടിക്ക് 2 ലക്ഷം പതാകകളാണ് ഈ ഒരു സൈനിക പരേഡിൽ നിരത്തിയത്. അതിൻ്റെ അതായത് അവരുടെ ദേശീയത കൂടി. ഇപ്പം ഷീ ജിൻപിങ് സ്വാഭാവികമായിട്ട് അതുകൂടി നോക്കും. ഈ ഒരു പുതിയ സാഹചര്യത്തിൽ അവരുടെ ദേശീയതയെ ഉറപ്പിച്ചു നിർത്തുകയും ഈ പോരാട്ടത്തിൽ സ്വാഭാവികമായും ഈ ട്രേഡ് വാറിൽ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ ഒരു ഉണർവ് കൂടി വേണം. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടല്ലോ അത്. ഇപ്പോൾ അമേരിക്കയുമായി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അമേരിക്കയോട് അടുത്ത് നിന്ന്, അമേരിക്കൻ നേതാവിനോട് അടുത്ത് നിന്ന്, ട്രംപിനെ പൂജിച്ച, ട്രംപിന് വിഗ്രഹം ഉണ്ടാക്കിയ, പഴവങ്ങാടിയിൽ തേങ്ങ ഉടച്ച ഒരു ജനതയാണ് നമ്മളെന്ന് ഓർക്കണം. എന്നിട്ട് അതിൽ നിന്ന് മാറുന്നുണ്ടല്ലോ വളരെ പെട്ടെന്ന്, ദേശീയമായി തന്നെ ഐക്യപ്പെടുന്നുണ്ടല്ലോ. നമ്മൾക്കിട്ട് ഇങ്ങനെ ഒരു പണി നിന്നിട്ടുണ്ട്, എന്നാൽ നമ്മളതിന് തിരിച്ചു പണിയണം എന്നുള്ള മട്ടിൽ. അപ്പോൾ ആ ഒരു സംഗതിയെല്ലാം ഊട്ടി ഉറപ്പിക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നേതൃപരമായ പങ്ക് തീർച്ചയായും ഷീ ജിൻപിങ് അവകാശപ്പെടുന്നു ഇവിടെ. അതുമാത്രമല്ല, ഈ പറയുന്ന ഏതാണ് ആ മിസൈലിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഏതാണ് ആ മിസൈൽ അടക്കം, അതായത് ഭൂഖണ്ഡാന്തര മിസൈൽ ഒരെണ്ണം അവതരിപ്പിച്ചല്ലോ, അത് 20,000 കിലോമീറ്റർ ശേഷിയുള്ളതാണ് എന്നാണ് പറയുന്നത്. അതായത് ലോകത്ത് എവിടെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മിസൈൽ.